നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അഡിക്ഷനെ പറ്റിയിട്ടാണ്. അതായത് മൊബൈൽ അഡിക്ഷൻ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എല്ലാവർക്കും, അഡൽറ്റിനായിരുന്നാലും കുഞ്ഞുങ്ങൾക്കായിരുന്നാലും മൊബൈൽ ഫോൺ ഒരു അഡിക്റ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലെ മൊബൈൽ അഡിക്ഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ തന്നെ ഈ മൊബൈൽ അഡിക്ഷൻ വഴി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്ക വീടുകളിലും പാരൻസ് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അവർ ജോലി കഴിഞ്ഞൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പല പാരൻസും മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അത് ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ അത് യൂസ് ചെയ്യുന്നതും നമുക്ക് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം മൊബൈൽ ഫോൺ എന്ന ഈ ഒരു അഡിക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഈ മൊബൈൽ ഫോൺ കുഞ്ഞുമായിട്ട് അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ബിഹേവിയർ, അതുപോലെ തന്നെ അക്കാഡമിക്കലി ഉള്ള കാര്യങ്ങളിൽ എല്ലാം ഇവർക്ക് വളരെയധികം പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാം ഈ മൊബൈൽ ഫോണിൽ തന്നെ റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അഡൽറ്റിൻ്റെ തലയോട്ടിയിൽ അഫക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും 60-70% കൂടുതൽ കുഞ്ഞുങ്ങളുടെ തലയോട്ടിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ തലയോട്ടി എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ്. സോ ആ ഒരു റേഡിയേഷനും നമുക്ക് കൂടുതലായിട്ട് കുഞ്ഞുങ്ങളിൽ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി, അതായത് മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കുകയും അടുത്തുള്ള വീടുകളായിട്ട് ഉള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ബോണ്ടിങ്, പിന്നെ അവിടുത്തെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മൊബൈലുമായിട്ട് കുഞ്ഞുങ്ങൾ അഡിക്റ്റഡ് ആയതിനു ശേഷം ഇവിടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെയധികം താഴ്ന്ന ലെവലിലാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് ഒരു സ്ഥലത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിലും ഇവർക്ക് വളരെയധികം കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫിയർ, ഒരാളെ പുതിയതായിട്ട് കാണുമ്പോൾ സംസാരിക്കാനുള്ള ഫിയർ, സ്റ്റേജ് ഫിയറോ ആവാം, അല്ലെങ്കിൽ ആ ആളുമായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ഇവർക്കുള്ള കോൺഫിഡൻസ് കുറവ്, അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതെല്ലാം മൊബൈൽ ഫോൺ അധികമായിട്ട് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ നമുക്ക് കണ്ടുവരാവുന്നതാണ്. മാത്രമല്ല, അക്കാഡമിക്കലി നോക്കുവാണെങ്കിൽ സ്കൂളിലുള്ള കാര്യങ്ങൾ ഇവർ കറക്റ്റ് വീട്ടിൽ വന്ന് പറയാനുള്ള ബുദ്ധിമുട്ട്, മാത്രമല്ല അവിടുത്തെ എക്സാംസ് ആയിരുന്നാലും കോമ്പറ്റീഷൻസിലായിരുന്നാലും ഇവർ പിന്നോക്കമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. കാരണം ഈ മൊബൈലും കുഞ്ഞും ആയിട്ടുള്ള അഡിക്ഷൻ വരുമ്പോൾ ഇവർ ആ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇവർ കൂടുതലും അതിൽ കാണുന്നത്. സോഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരാളുമായിട്ട് സംസാരിക്കുന്നത് സ്കൂളിലായിട്ടോ അല്ലോ മിംഗ്ലിംഗ് ആണെങ്കിലും ഇവർക്ക് വളരെയധികം താഴ്ന്ന ലെവലിലാണ് നമ്മൾ കണ്ടുവരുന്നത്. പാരൻസ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ആണ് കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞുങ്ങൾ എങ്ങനെ അവരുടെ ഫ്യൂച്ചർ പോകണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർ വളർന്നു വരണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പാരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. പാരൻസ് കാണിച്ചു കൊടുക്കുന്ന വഴി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓഫീസ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ എല്ലാം പാരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ തിരക്കാനും ഉള്ള സമയം നമ്മൾ കണ്ടെത്തണം. മാത്രമല്ല, നമ്മൾ മൊബൈൽ ഫോൺ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതും നമ്മൾ കാണിച്ചു കൊടുക്കുക. അതായത് വീട്ടിലുള്ള സമയങ്ങളിൽ കഴിവതും നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കുറവായിരിക്കണം. ആ ഉള്ള സമയങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ബോണ്ടിങ് നമ്മൾ കുഞ്ഞുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ എന്ത് പ്രോബ്ലംസും, അവരുടെ സന്തോഷമായിരുന്നാലും അവരുടെ സങ്കടമായിരുന്നാലും എന്തെങ്കിലും പേടിയുള്ള കാര്യങ്ങളായിരുന്നാലും അവർ നമ്മളോടുകൂടി ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ വളരെയധികം കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് വളരെയധികം പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
പിന്നീടുള്ളത് നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ മൊബൈൽ കൊടുക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് ഗെയിംസ് കളിക്കാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്, കൂടുതൽ വീഡിയോ ഗെയിംസ് ആയിരിക്കും അവർ കളിക്കുന്നതും. അപ്പോൾ ഈ വീഡിയോ ഗെയിംസിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഗെയിമുകളുണ്ട്. ഡേഞ്ചറസ് ഗെയിമുണ്ട്, കില്ലിംഗ് ഗെയിംസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഗെയിംസുകൾ ഈ വീഡിയോ ഗെയിംസിൽ നമ്മൾ മൊബൈലിൽ കാണാം. പക്ഷേ ഈ ഗെയിംസ്, ഈ വീഡിയോ ഗെയിംസ്, ഈ കില്ലർ ഗെയിംസ്, ഡേഞ്ചറസ് ഗെയിംസ് ഒക്കെ കളിക്കുന്നത് വഴി ഈ കുഞ്ഞുങ്ങളുടെ മെന്റൽ ഉള്ള ഡെവലപ്മെന്റും കൂടി ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ ഈ ഗെയിംസ് കളിക്കാൻ മൊബൈൽ കൊടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഗെയിംസ്, അതായത് എഡ്യൂക്കേഷണൽ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഗെയിംസ് വേണം കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടും കളിക്കാൻ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് വേർഡ് ഗെയിംസ്, പസിൽ ഗെയിംസ്, സുഡോക്കോ അങ്ങനത്തെ ഗെയിംസുകൾ കുഞ്ഞുങ്ങളിൽ കൂടുതലും ബ്രെയിൻ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് മൊബൈൽ ഫോൺ കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. കാരണം നമ്മളിപ്പോൾ വീട്ടിലിരുന്നിട്ടായിരുന്നാലും കുഞ്ഞിനോട് പറയുവാണ്, അല്ലെങ്കിൽ ഓഫീസിൽ ചെന്നിട്ടാണ് ഫോൺ ചെയ്ത് പറയാൻ, മോനെ ഫോൺ യൂസ് ചെയ്യരുത്, ഇത്ര ടൈം, അവരൊരിക്കലും കേൾക്കത്തില്ല, അവർ യൂസ് ചെയ്യും. കാരണം നമ്മൾ പെട്ടെന്നൊന്ന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞുങ്ങളിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ സ്ലോലി നമുക്ക് അവരിൽ നിന്നും ആ ഒരു അഡിക്ഷൻ മാറ്റിക്കൊണ്ട് വരാം. സോ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ അവർക്കൊരു ടൈം റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. ഇത്ര ടൈം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്, ഇത്ര ടൈം മൊബൈൽ യൂസ് ചെയ്യുക. ബാക്കി ഉള്ള സമയങ്ങളിൽ കുറച്ച് ആക്ടിവിറ്റീസ്, ഇവരുടെ ഹോംവർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഹോബീസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഇവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഇവർ എൻഗേജ് ചെയ്യിപ്പിക്കുക. അതിന് പാരൻസ് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ടൈം കുറച്ച് വന്നാൽ മാത്രമേ നമ്മൾ ഈ മൊബൈൽ അഡിക്ഷൻ എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു കില്ലിംഗ് ഗെയിംസ് അങ്ങനത്തെ ഗെയിംസിന് പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ സുഡോക്കോ, വേർഡ് ഗെയിംസ്, അങ്ങനത്തെ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള ഗെയിംസ് വേണം കുഞ്ഞുങ്ങളിൽ കൊടുക്കാനായിട്ട്. മാത്രമല്ല ഇവരുടെ കൂടെ നമ്മൾ ഇരിക്കുകയും കൂടെ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം അപ്പം മാത്രമേ നമുക്ക് അവരുടെ ടൈം ലിമിറ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഗെയിംസ് കളിക്കുമ്പോൾ ഒൺലി വിഷ്വലി മാത്രമാണ് മൊബൈലിൽ വരുന്നത്, വെർബൽ ഒന്നും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. സോ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പാരൻസും അവരോട് വെർബലി സംസാരിക്കുന്ന വഴി അവർക്ക് ആ വെർബൽ അറ്റൻഷനും കിട്ടും, പ്ലസ് വിഷ്വലും ആ ഗെയിംസ് വഴി ബ്രെയിൻ ഡെവലപ്മെന്റും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ മൊബൈൽ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിലാണ് നമുക്ക് കൂടുതലും ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതായത് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട്, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് പാരൻസിന്, അതിനെ നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD, ഇൻഅറ്റൻഷൻ, ഈ വക കാര്യങ്ങളെല്ലാം മൊബൈൽ ഫോൺ ഓവർ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ നമുക്ക് കണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് കാര്യം മാത്രമാണ് മൊബൈൽ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ടുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത്. കഴിവതും പാരൻസ് വളരെയധികം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. തീരെ നമുക്ക് വഴിയില്ല എന്നുള്ള നിവൃത്തി വരുവാണെങ്കിൽ, കൊടുക്കുവാണെങ്കിൽ ഈ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മാത്രമല്ല നല്ല അഡിക്ഷൻ ഉണ്ട്, ഒരു രീതിയിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആ വഴി അവർ പറയുന്ന രീതി എങ്ങനെയാണോ അത് ഫോളോ ചെയ്ത് നമുക്ക് ഒരുവിധം കുഞ്ഞുങ്ങളിലെ മൊബൈൽ അഡിക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാം. താങ്ക് യു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.